ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഗൈസ്, ഇത് തൽക്കാലം ഒന്നും നോക്കണ്ട. കോമ്പസിലൊക്കെ കുത്തിയാ വെച്ചിരിക്കുന്നത്. ഞാൻ കാണിച്ചു തരാം, നോക്കൂ. കണ്ട ഗൈസ്, തൽക്കാലം നോക്കണ്ട. അപ്പോൾ ഹലോ ഗൈസ്, അപ്പോൾ നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് മോളിവുഡ് ടൈംസ് ഞാൻ പോയി കണ്ടു. ഇപ്പം വന്നേ ഉള്ളൂ. അതായത് ഇപ്പം മണി കറക്റ്റ് സമയം നോക്കി കഴിഞ്ഞാൽ 9:42 രാത്രി. ഞാൻ പിന്നെ അതിന് ഒരു കാര്യം പറയാം. കഴിഞ്ഞ ദിവസം ട്രെയിലർ റിയാക്ഷൻ. അപ്പോൾ അതിന് ചെറിയ മിസ്റ്റേക്ക് ഉണ്ട്. ട്രെയിലർ അല്ല, ടീസറായിരുന്നു കേട്ടോ. ചെറിയ മിസ്റ്റേക്ക് ഉണ്ട്. അപ്പോൾ ഇന്ന് നമുക്ക് ഇന്നത്തെ കാര്യം പറയാം. സിനിമ ഇഷ്ടപ്പെടുന്ന, സിനിമ ഡയറക്ഷൻ അല്ലെങ്കിൽ എന്താണെങ്കിലും സിനിമയുടെ അകത്തുള്ളതാണ് എന്താണെങ്കിൽ പോലും അത് ഇഷ്ടപ്പെടുന്ന അതിൻ്റെ ഇപ്പോൾ സിനിമ ഇപ്പോൾ നിങ്ങൾ ഇപ്പോൾ ഒരു വർക്ക് ചെയ്യണമെന്ന് വെച്ചോ. ആ വർക്ക് ചെയ്തിട്ട് അതിനൊരു ഇതില്ല, ഡയറക്ടറാണെന്ന് വെച്ചു. മാക്സിമം ഡയറക്ടർമാരും പോയി കാണേണ്ട സിനിമയാണ്. അപ്പം സിനിമ ഇഷ്ടപ്പെടുന്ന, ഡയറക്ഷൻ ഇഷ്ടപ്പെടുന്ന ആൾക്കാർക്കെല്ലാം പോയി കാണാം. നല്ല കോമഡി സിനിമയാണ്. അതിനോടൊപ്പം തന്നെ ക്യാമിയോസ് ഒക്കെ അടിപൊളിയാണ്. ക്യാമിയോസ് 2-3 ക്യാമിയോസ് കാണും. ക്യാമറ ഒരാളെ കാണും. നിങ്ങൾ കണ്ടിട്ടോടാ. അപ്പം മാക്സിമം പോയി കാണുക. അപ്പം അനാവശ്യമായ ഒരു സിനിമകൾക്കും പൈസ കൊടുത്ത് വെറുതെ പോയി വെറുതെ അലാവില്ലാതെ നമ്മൾ പോയി കാണാതിരിക്കരുത്. മാക്സിമം നല്ല സിനിമകൾ പോയി കാണുക. അപ്പോൾ നല്ല സിനിമ അറിഞ്ഞുകൂടാന്നുണ്ടെങ്കിൽ നിങ്ങൾ റിവ്യൂ, ഇപ്പോൾ എൻ്റെ റിവ്യൂ തന്നെ നോക്കണമല്ലോ. ഞാൻ ചിലപ്പോൾ സിനിമ ഇറങ്ങി കുറേ കഴിഞ്ഞാൽ കുറേ സിനിമ ഇറങ്ങി ഷസാമും മറ്റുള്ളവരൊക്കെ എല്ലാ സിനിമയും മാക്സിമം പോയി കാണും. എനിക്കത് പറ്റുന്നില്ല. ഇപ്പോൾ ക്ലാസ്സൊക്കെ ഉള്ളൂ. മാക്സിമം നിങ്ങൾ വേറെ ആരെങ്കിലും റിവ്യൂ പോയി കണ്ട് കാണുക. അപ്പോൾ നിങ്ങളിപ്പം എന്താ വേറൊരു സിനിമയ്ക്ക് കയറി, എൻ്റെ ഈ സിനിമയ്ക്ക് ഏറ്റവും ബെറ്റർ. അപ്പോൾ ആ പൈസ പോയില്ലെന്നല്ല, പൈസ കിട്ടി കാണും. നിങ്ങൾക്ക് ആ പൈസ ഇതായിരിക്കും, പക്ഷേ പറ്റില്ല. അത് നല്ല സിനിമയൊക്കെ കയറി കാണാൻ നിങ്ങൾ എങ്ങനെയാണ് പൈസ ഇതായി വന്നത്? ഞാൻ പറഞ്ഞത് ഒടിയനും രൂഹമാണേ. ഒടിയനും തുടരും 2 സിനിമ 2 തീയതി നടക്കുകയാണ്. 2 സ്ക്രീൻ നടക്കുകയാണ്. 2 മോഹൻ തന്നെയാണ്. പക്ഷേ ഒടിയൻ എന്ന സിനിമ നിങ്ങൾക്ക് കുറച്ചും കൂടെ തോന്നിക്കാണും, കൊള്ളായിരിക്കുന്നു. കാരണം ഒടിയൻ എന്ന് പറഞ്ഞ കാര്യങ്ങൾ കുറേ സ്ഥലത്തൊക്കെ ഉള്ളതാണ്. ഒടിയൻ്റെ ഒരു ഇതൊക്കെ അതായത് ഒടിയന്മാർ ഉണ്ട് എന്ന് പറയുന്ന സ്ഥലങ്ങളുണ്ട്. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾക്കപ്പോൾ ഒടിയൻ കയറി കാണും. ലോസായിരിക്കും. പക്ഷെ ഒടിയൻ കൊള്ളൂല എന്നല്ല, കുറച്ചും കൂടെ നന്നായിട്ട് ചെയ്യായിരുന്നു. ആ സാധനം എടുത്തു വെച്ച രീതി കുറച്ചും അടിപൊളി ആക്കായിരുന്നു, അത്രേ ഉള്ളൂ. ബട്ട് അടിപൊളി പടമായിരുന്നു. എന്നാൽ മാക്സിമം എങ്ങനെ വരും, പക്ഷേ അത് അടിപൊളി പടമായിരുന്നു. ഇപ്പം മോളിവുഡ് ടൈംസിൻ്റെ കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ തുടക്കം തൊട്ട് അവസാനം ഒരു അടിപൊളി. ഞാൻ എൻ്റെ അടുത്ത കൂട്ടുകാരുണ്ടായിരുന്നു. കൂട്ടുകാരൻ വരെ പറഞ്ഞ് ഇത് ഒരു 3 മണിക്കൂർ ഉണ്ടായിരുന്നെങ്കിൽ ഞാൻ ഇതൊക്കെ 3-4 ഉണ്ടെങ്കിൽ കാണുമായിരുന്നു. ഞാനും കാണും. പക്ഷെ അപ്പോൾ ഈ സാഹചര്യത്തിൽ കാണാൻ പാടായിരിക്കും. കാര്യം നാളെ സ്കൂളുണ്ട്, അല്ല അത് പാടായിരിക്കും. പക്ഷേ എന്നാൽ ഞാൻ കാണും. സ്കൂളെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. എങ്ങനെ വീടെത്തി എങ്ങനെ പോയാൽ ഒരു 8 മണിക്കാണ് സിനിമ കഴിഞ്ഞത്. അഥവാ ഇപ്പം 5 മണിക്ക് ഷോ, 5 to 6, 6 to 7 അങ്ങനെ നോക്കിയാൽ 5 to 6, 6 to 7, 7 to 8, 3 മണിക്കൂർ അല്ല 2 മണിക്കൂർ. 5 to 6, 6 to 7, 2 മണിക്കൂർ. 7 മണിക്ക് തീരുന്ന പടമാണ്, 8 മണിക്കാണ് തീരുന്നത്. കറക്റ്റ് 5 മണിക്ക് തുടങ്ങിയതാണ്. 2 മണിക്കൂറും 47 മിനിറ്റും. അപ്പം അത് 3 മണിക്കൂർ മാക്സിമം. നമുക്ക് വേണമെങ്കിൽ ഇതിപ്പോൾ ഒരു 8 മണിക്കാണ് തീരുന്നത്. 7 to 8, അതായത് ഒരു 9 മണിക്ക് തീരുന്നതായി കാണിക്കാം. 9 മണിക്ക് തീർന്നാലും വീടെത്തുമ്പോൾ ഒരു 9:45, 10 മണി. ഞാൻ ഇന്ന് വീടെത്തിയത് 9 ഈ സമയത്താണ്. ഞാൻ കുളിച്ചിട്ടൊക്കെ ഡ്രസ്സും വരുന്നത്. എന്തായാലും നിങ്ങൾക്ക് ഒരു കാര്യം പറയാം. ഇപ്പം എന്തെങ്കിലും ഇപ്പോൾ ഈ ഫ്രീ ടൈമാണ് ഏതെങ്കിലും സിനിമയ്ക്ക് പോകണം എന്നൊക്കെ പറഞ്ഞിരിക്കണമെങ്കിൽ ഈ സിനിമയ്ക്ക് പോകും. അടിപൊളിയാണ്, കണ്ണ് മുട്ടി ഞാൻ പറയാം. പക്ഷേ എല്ലാവർക്കും ഇഷ്ടപ്പെടണമെന്നില്ല. എൻ്റെ അഭിപ്രായം പറയണമെങ്കിൽ കുറച്ച് സിനിമ കൂടുതലും കാണുന്ന ആൾക്കാരും സിനിമയിലോട്ട്, സിനിമ ഇൻഡസ്ട്രി, സിനിമ ഫീൽഡിലോട്ട് ഇറങ്ങാൻ വേണ്ടി നിൽക്കുന്ന ആൾക്കാരും ഉണ്ടെങ്കിൽ മാക്സിമം പോയി കാണുക. അങ്ങനെയുള്ള കണ്ടിരിക്കുന്ന സിനിമയാണ്. പിന്നെ ഇടയ്ക്ക് വെച്ച് ക്യാമിയോ ഒക്കെ റിവീലാക്കിയായിരുന്നു ഒരാളുടെ ക്യാമിയോ. അത് ഞാൻ പറയാനുള്ള, നിങ്ങൾ കണ്ടിട്ടില്ല എന്നാണെങ്കിൽ പോയി കാണാൻ നിൽക്കുകയും പോയി കണ്ടോ. ആ ക്യാമിയോ റിവീലാക്കി, ഒഫീഷ്യൽ റിവീലാക്കിയതാണ്, ഞാൻ പറയണില്ല. അപ്പം എന്തായാലും സിനിമ ഒരു വിഷയം ഒന്നും പറയാനില്ല. ഒരു മിനിറ്റ്. ഓക്കെ, വിഷയ സിനിമ ഒന്നും പറയാനില്ല. ഇത് ഞാൻ കണ്ടതിൽ വെച്ച് എനിക്ക് ഇഷ്ടം. ഞാൻ ഡയറക്ടറാണെന്ന് ആഗ്രഹമുള്ളതാണ്. ഡയറക്ടറാണെന്ന് ആഗ്രഹം കാണാൻ ഞാൻ പോയി ഡയറക്ഷൻ പഠിച്ച ശേഷം ഞാൻ ഡയറക്ഷൻ പഠിച്ചില്ല. എന്തൊക്കെ പറയണം, ഞാൻ ഡയറക്ഷൻ പഠിച്ചില്ല. ഡയറക്ഷൻ പഠിക്കണം എന്ന് വിചാരിച്ചിരിക്കുകയാണ്. എറണാകുളത്ത് പോയി പഠിക്കാന്ന് വെച്ചിരുന്നതാണ്. അപ്പം അതുകൊണ്ട് എളുപ്പമല്ലെന്ന് അറിയാം ഡയറക്ഷൻ. എന്നാലും കുറച്ച് നമുക്ക് എങ്ങനെയെങ്കിലുമൊക്കെ പാടുപെടണം. എന്തായാലും ഇപ്പോൾ ഡയറക്ഷൻ ആയാലും ജോലി ആയാലും എന്തായാലും നമുക്ക് പാടുപെട്ടേ ചെയ്യാൻ പറ്റൂ. സോ ഞാൻ അതുകൊണ്ട് തന്നെ ഡയറക്ഷൻ എങ്ങനെയും പഠിച്ചിരിക്കും എന്നുള്ളത് ഇരുന്നത്. ഈ സിനിമ കണ്ടപ്പോഴത്തേക്കും എനിക്ക് അതിൻ്റെ ചെറിയൊരു ഇതായി. കാര്യം ഇങ്ങനെ ഇത്രയും പാടാണോ അല്ലെങ്കിൽ ഇത്രയും ഒരു ഇതാണോ എന്ന് വിചാരിച്ചു. എന്നാൽ ഞാൻ എന്തായാലും പോയിരിക്കും. ആ സിനിമ കണ്ടപ്പോൾ ആദ്യം അങ്ങനെയാണ് വിചാരിച്ചെങ്കിൽ പിന്നെ വിചാരിച്ചത് ഇപ്പം അങ്ങനെയല്ലേ ഇങ്ങനെയല്ലേ. അത് എന്താണെന്ന് ഞാൻ പറയാനുള്ള, പറഞ്ഞപ്പോൾ സ്പോയിലാ. ഇപ്പോൾ നിങ്ങൾ പോയി കണ്ടോ. ഇത് അങ്ങനത്തെ ഇങ്ങനെയല്ല ഒന്നും വിചാരിക്കണ്ട, നിങ്ങൾ പോയി കണ്ടോ. എന്തായാലും എനിവേ ഇറ്റ്സ് എ ഗുഡ് മൂവി. ഞാൻ
മനസ്സിലായിട്ട് പറയുകയാണെങ്കിൽ എൻ്റെ ഒരു അഭിപ്രായമാണ് അടിപൊളി സോങ്. ഇനിയിപ്പോൾ എനിക്ക് ഡയറക്ഷൻ ഇഷ്ടമായതുകൊണ്ടും അതിനെ പറ്റിയുള്ളത് ആയതുകൊണ്ടും ആണോ എന്ന് എനിക്ക് ഇഷ്ടപ്പെട്ടത്. ബട്ട് അത് അടിപൊളിയാണ്. ഡയറക്ടേഴ്സ് ആയാലും ആരൊക്കെയായാലും അവരെയൊക്കെ കുറേ ഹാർഡ് വർക്കും അതൊക്കെ പറയുന്ന ഒരു ടൈപ്പ് സിനിമയാണ്. ഞാൻ സ്പോയിലർ ആക്കണ്ടല്ലോ, അത് അറിയാലോ, അത് ട്രെയിലറിലെ പറഞ്ഞു ഡയറക്ടറാണോ ആഗ്രഹമുള്ളതെന്ന് ജസ്റ്റ്. അടിപൊളിയാണ് സാധനം. ഇപ്പം പോയി കണ്ടോ? അപ്പോൾ അത്രയും പറയാനുള്ളൂ. ഇനി എന്തായാലും ബുക്ക് യുവർ ടിക്കറ്റ്സ്, എൻജോയ്, അത്രയും പറയാനുള്ളൂ. എന്തായാലും ബൈ, ശുഭരാത്രി, ശുഭ.